വീട് വൃത്തിയാക്കി കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും നെഗറ്റീവ് എനർജി നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏലക്കായിലൊരു സൂത്രമാണ് ചെയ്യേണ്ടത്. നമ്മുടെ റൂമുകളിലും ഹാളുകളിലും ഒക്കെയുള്ള കോർണറിൽ ഏലക്കായ പൊടിച്ച ശേഷം ആ പൊടിയൊന്ന് വിതറിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ചില ആൾക്കാർക്ക് എപ്പോഴും പുറത്തു പോയി കഴിഞ്ഞാൽ അമിത ചെലവുണ്ടാവുക, അല്ലെങ്കിൽ പേഴ്സിൽ പൈസ നിൽക്കാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഏലക്കായ ഒരു 3-4 എണ്ണം നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുർച്ചെലവുകൾ കുറയുകയും നമ്മുടെ പേഴ്സ് പണത്തെ ആകർഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മെയിൻ ഡോറിന് ഉൾഭാഗത്ത് മുകളിലായിട്ട് നമ്മൾ ഏലക്കായ കൊണ്ട് ഒരു ചെറിയ കിഴി പോലെ കെട്ടി തൂക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനും അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ കുറക്കാനായിട്ടും സഹായിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗണപതിക്ക് ഏലക്കായ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഗണപതിക്ക് ഏലക്കായ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് ഉണ്ടാവുന്ന തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും.